ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു നോൺ സിനി സെൻസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1970 എന്ന സിനിമയെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സർ റോജർ ഡീക്കിൻസിനെ കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച്. ഇനി നിങ്ങൾ ആ എപ്പിസോഡ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ആ എപ്പിസോഡ് ഒന്നുകൂടെ കാണുക. നമ്മൾ ഇന്ന് 1970 ബ്രേക്ക് ഡൗണിലേക്ക് കയറുകയാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. 1970 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് അതൊരു സിംഗിൾ ഷോട്ട് സിനിമയാണെന്നുള്ളതാണ്. സിംഗിൾ ഷോട്ട് സിനിമ നമ്മൾ കാണുമ്പോൾ ഒരു ആസ്വാദകൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് എടുക്കാൻ തോന്നും. പക്ഷേ വളരെ ടഫുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ ഇഞ്ചും കൃത്യമായിട്ട് ഷോട്ട് കൊറിയോഗ്രാഫി ചെയ്യേണ്ടതുണ്ട്, ക്യാരക്ടർ കൊറിയോഗ്രാഫി ചെയ്യേണ്ടതുണ്ട്. ദ ലെങ്ത് ഓഫ് ദി ജോഗ്രഫി ഹാസ് ടു ബി ദ എക്സാക്ട് ലെങ്ത് ഓഫ് ദി സ്ക്രിപ്റ്റ്. അപ്പോൾ അവർ ആ ജോഗ്രഫി സെലക്ട് ചെയ്ത് ആ ജോഗ്രഫിയിൽ ഡ്രഞ്ചസ് ഉണ്ടാക്കി ആ ലാൻഡ്സ്കേപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഇവർ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പും, ഇവരുടെ സ്പീഡ്, അതുപോലെ ഇവർ പറയുന്ന ഡയലോഗുകൾ പറഞ്ഞ് തീർക്കാനുള്ള ടൈമിങ്, അവിടെ നിന്ന് ചിലപ്പോൾ അടുത്ത ഡയലോഗ് പറയേണ്ടുന്ന ആൾ ഒരുപക്ഷെ ആ സമയത്തെ അവിടെ എത്തുന്നുണ്ടാവുള്ളൂ. വളരെ 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 കാര്യങ്ങൾ സത്യത്തിൽ നമുക്ക് ടൈം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ലാഗില്ലാതെ നല്ല പഞ്ചിൽ ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫാക്റ്റാണ് സത്യത്തിൽ ഇതിൻ്റെ ടീം ഏറ്റവും ആദ്യം ഡിസൈഡ് ചെയ്തത്. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഒരു സിനിമയുടെ ക്യാമറ ഏത് വേണമെന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എൻ്റെ ഇഷ്ടം സോണിയാണ്, അതുകൊണ്ട് സോണിയിൽ ഷൂട്ട് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ആര്യയാണ്, അതുകൊണ്ട് ആര്യയിൽ ഷൂട്ട് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ലൂമിക്സ് ആണ്, അതുകൊണ്ട് ലൂമിക്സ് ഷൂട്ട് ചെയ്യാമെന്നോ ഉള്ള ഡിസിഷൻ അല്ല ഇവിടെ എടുക്കേണ്ടത്. ഇതിൻ്റെ ക്യാമറയുടെ ചോയ്സ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്ന്, വളരെ ലെങ്തി ആയിട്ടുള്ള ടേക്കുകളാണ്. Definitely there are invisible cuts in this movie. We will be talking about that. രണ്ടാമത്തെ കാര്യം, അത്യാവശ്യം വെതർ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം തന്നെ വേണം. റഗഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി വെള്ളവും സ്പ്ലാഷസും ഒക്കെ കയറാൻ സാധ്യതയുള്ള, താഴെ വീഴാൻ സാധ്യതയുള്ള ഒരു ടെറൈൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെതർ പ്രൂഫ്ഡ് ആയിട്ടുള്ളൊരു ക്യാമറ തന്നെ വേണം. മൂന്നാമത്തെ കാര്യം, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്യാമറ വേണം. ഇത് കണ്ടിന്യൂസ് ഷോട്ടാണ്. സോ അങ്ങനെ ഒരു എക്യുപ്മെന്റിൽ നിന്നും മാറി മറ്റൊരു എക്യുപ്മെന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്ത് ലാഗ് ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാനായിട്ട് അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. നാലാമത്തെ പോയിന്റ്, ഒരു മാസീവായിട്ടുള്ള ഡൈനാമിക് റേഞ്ച് വേണ്ടുന്ന ഒരു ക്യാമറ ആയിരിക്കണം. റോജർ ഡീക്കിൻസ് പറയുന്ന ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. Thinking about it, like where would we ideally want to put the camera, as you would normally on any film, and say, well, this moment I need to see their faces, this moment I need to see what they're seeing. I want to push in, I want to be wide and see them little figures. Sam rehearsed all the scenes with the actors. Then we would discuss, okay, this is their blocking. How do we want to cover that? Once we'd figured and laid down that in a lot of detail, actually, James was like, let's look into how we can move the camera. What techniques do we want to explore? You know, so then we spent a couple of months, didn't we, really? Testing. We went through every possibility, you know, before we settled on 4 basic rigs, you know. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ക്യാമറ ഒരു സബ്ജക്റ്റിന്റെ 4 ചുറ്റും ഒരു 360 ഡിഗ്രിയൊക്കെ കറങ്ങിയൊക്കെ പോകുന്ന ഷോട്ടുകൾ ഉള്ളത് കൊണ്ട് ലൈറ്റുകൾ എങ്ങും ആ പരിസരത്ത് വെക്കാൻ പറ്റില്ല. ടോപ്പ് ലൈറ്റ്, ഇത്രയും വലിയൊരു ലാൻഡ്സ്കേപ്പിനെ ടോപ്പ് ലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും തീരെ കുറവാണ്. സോ അതുകൊണ്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡേ ലൈറ്റിനെ മാത്രം, നാച്ചുറൽ ലൈറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം നാച്ചുറൽ ലൈറ്റിലാണ് നമുക്ക് ഔട്ട്സൈഡ് ഷൂട്ട് ചെയ്യുമ്പോൾ, എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ വലിയ കോൺട്രാസ്റ്റ് ഉള്ളത്. ഡൈനാമിക് റേഞ്ച് നമുക്ക് വളരെ ക്രൂഷ്യലാണ്. സോ ദ ക്യാമറ ദിസ് ടീം ചോസ് വാസ് നൺ അതർ ദാൻ ദി പ്രോട്ടോടൈപ്പ് ഓഫ് സാക്ഷാൽ ആരി അലക്സ മിനി LF. ആരി മിനി LFൻ്റെ വെതർ പ്രൂഫിങ്ങും റഗഡ് ഡിസൈനും 1970 എന്ന സിനിമയ്ക്ക് വേണ്ടി ഐഡിയലായിരുന്നു. ഈ സിനിമയുടെ ആദ്യത്തെ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ സർ റോജർ ഡീക്കിൻസ് സാം മെൻഡസിനോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ഐ നീഡ് എ ലാർജ് ഫോർമാറ്റ് സെൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ പ്രൊജക്ട്. ബിക്കോസ് ഡെഫിനറ്റ്ലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇറ്റ് റിക്വയർഡ് എ ഹൈ ഡൈനാമിക് റേഞ്ച് ഷൂട്ടിംഗ്. അപ്പോൾ ഈ ലാർജ് ഫോർമാറ്റ് ക്യാമറകളുടെ ഏറ്റവും വലിയൊരു ഡൗൺ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ഫോം ഫാക്ടർ തന്നെയാണ്. ഇറ്റ് വാസ് വിത്ത് മിനി LF ദാറ്റ് ആരി ട്രൈഡ് ടു cut down the form factor, cut down the weight of the camera and make the camera more mobile. So with that note, let's break down 1917 frame by frame. So let's look at the first opening shot. 1917 ഈ ഫ്രെയിം നോക്കിയേ, ഇതൊരു വാർ ഫിലിമാണ്. ഇപ്പോൾ വാർ ഫിലിമിൽ സാധാരണ തുടങ്ങാറുള്ള രീതിയും 1917 തുടങ്ങിയിട്ടുള്ള രീതിയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ സർ റോജർ ഡീക്കൻസിൻ്റെ വിഷ്വൽ തിങ്കിങ്ങിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് വരാൻ പോകുന്ന കളേഴ്സ്, പിന്നീട് വരാൻ പോകുന്ന മൂഡ്, അതിൽ നിന്നൊക്കെ ഭയങ്കര വലിയ ഒരു വിഷ്വൽ റിലീഫാണ് ആദ്യത്തെ ഈ വലിയ ഫ്രെയിം. സോ ദ ചോയ്സ് ഓഫ് കളേഴ്സ് ഇൻ ദിസ് ഫ്രെയിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്
സാധാരണ മാസ്കുലിനിറ്റി കാണിക്കുന്ന ഒരു കളറും ഈ ഫ്രെയിമിൽ ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമകളിലെ ഓപ്പണിംഗ് സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദാറ്റ് ബേസിക്കലി സെറ്റ്സ് ദി മൂഡ് ഓഫ് ദ എൻറ്റയർ ഫിലിം. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് 1917 മൊത്തം മൂഡിനെ സെറ്റ് ചെയ്യുന്ന ഗ്രാൻഡായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഷോട്ടാണ് സർ റോജർ ഡീക്കിൻസിനകത്ത് വെച്ചിരിക്കുന്നത്. നോക്കിയേ, ആ സെറ്റിലായിട്ടുള്ള ഫോർഗ്രൗണ്ടിലെ ആ കടുകുമണികളുടെ ചെടിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ആ മൂവ്മെൻറ്റും ആ കാറ്റും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഒരു ലൈഫിൻ്റെ ഇടവേള സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. സത്യത്തിൽ ഈ ഇടവേളയിലേക്ക് തന്നെയാണ് സർ റോജർ ഡീക്കിൻസ് നമ്മളെ നയിക്കുന്നത്. വാറിൻ്റെ ടെൻഷനിടയ്ക്ക് ഇച്ചിരി വീട്ടുകാര്യങ്ങളും വീട്ടിലുള്ള പ്രണയിക്കുന്ന കാമുകിയെയും ബാക്കിയുള്ളവരെയൊക്കെ ഓർത്ത് ഇരിക്കുന്ന സോൾജിയേഴ്സിൻ്റെ ഒരു ഇടവേള സമയം. അതാണ് ദ ഓപ്പണിംഗ് ഷോട്ട് ഓഫ് 1917. കുറച്ച് സെക്കൻഡുകൾക്കകത്ത് തന്നെ ഈ ക്യാമറ പതുക്കെ ബാക്കിലോട്ട് വരുന്നു. ബാക്കിലോട്ട് വന്നിട്ട് രണ്ട് സോൾജിയേഴ്സ്, റെസ്റ്റ് ചെയ്യുന്ന രണ്ട് സോൾജിയേഴ്സിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് വന്ന് പതുക്കെ നിൽക്കുന്നു. ഇറ്റ്സ് എ വെരി സട്ടിൽ മൂവ്മെൻറ്റ്, വെരി ബ്രില്യൻറ്റ് ഷോട്ട് ഡിസൈൻ. ഈ സോൾജിയേഴ്സ് നമ്മുടെ ഫ്രെയിമിലുള്ള ഷോട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു മാസ്കുലിനിറ്റി തോന്നിക്കുന്ന രീതിയിലേക്ക് ഈ ഫ്രെയിമിൻ്റെ കളറിനെ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് വിത്തിൻ എ വെരി വിത്ത് ദ യൂസ് ഓഫ് എ വെരി സറ്റിൽ മൂവ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സർ റോജർ ഡിക്കിൻസിന് കഴിയും. നോക്കിയാൽ ആ സറ്റിൽ മൂവ്മെൻറ്റ് വഴി ലാൻഡ് ചെയ്യുന്ന ഫ്രെയിമിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യത്തെ ഷോട്ടും രണ്ടാമത്തെ ഷോട്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ടും സൈമൾട്ടേനിയസ്ലി കാണാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഷോട്ടിൽ ഉണ്ടായിട്ടുള്ള പീസ്ഫുൾനെസ്സോ ക്വയറ്റ്നെസ്സോ കാംനെസ്സോ ഒന്നും തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോട്ടിലില്ല. രണ്ടാമത്തെ ഷോട്ടിൽ നമുക്ക് കിട്ടുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ബ്രൗണും ബ്ലാക്കും ഒക്കെ ആയിട്ട് വളരെ ടെൻഷനുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് രണ്ടാമത്തെ ഷോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഷോട്ടും രണ്ടാമത്തെ ഷോട്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂഡ് വൈസ്, ഇമോഷൻ വൈസ് രണ്ട് എക്സ്ട്രീംസിലാണ്. അപ്പോൾ ആ കോൺട്രാസ്റ്റ് വിത്ത് എ വെരി സ്മോൾ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സർ റോജർ ഡിക്കിൻസിന് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഷോട്ടിൻ്റെ കോമ്പോസിഷണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പാണ്. സാധാരണ പിരമിഡ് പോലെയുള്ള ട്രയാങ്കിൾ ഭയങ്കര സ്റ്റെബിലിറ്റി തരുന്നുണ്ടെങ്കിലും പിരമിഡ് അല്ലാത്ത നമ്മൾ അത്യാവശ്യം സ്ക്യൂ ചെയ്തിട്ടുള്ള ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അത്യാവശ്യം ഫ്രെയിമിനെ അൺസ്റ്റേബിൾ ആക്കും, ടെൻഷൻ ബിൽഡ് ചെയ്യും. ഇനി ഫസ്റ്റ് ഫ്രെയിമിലെ ഷേപ്പുകളെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ. ഫസ്റ്റ് ഫ്രെയിമിലെ ഷേപ്പുകളെല്ലാം പാരലൽസ് ആണ്. ഹൊറിസോണ്ടൽ ലൈൻസ് എപ്പോഴും നമ്മുടെ ഫ്രെയിമിൽ കാണിക്കുന്നത് പീസാണ്, ഹാപ്പിനെസ് ആണ്, കാംനെസ് ആണ്. അപ്പോൾ ഈ ഒറ്റ ചെറിയ മൂവ്മെൻറ്റ് വെച്ചിട്ട് തന്നെ തൻ്റെ ഫ്രെയിമിലുള്ള ഷേപ്പുകളെ തന്നെ റീഡിസൈൻ ചെയ്യുന്നതിലൂടെ വളരെ വലിയ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റാണ് സർ റോജർ ഡീക്കിൻസ് ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഗൈസ്, അടുത്ത നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ളത് ആ കോൺവെർസേഷൻ്റെ കവറേജാണ്. സാധാരണ നമ്മളൊരു കോൺവെർസേഷൻ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന കവറേജിന് വ്യത്യസ്തമായി ഡയലോഗും ആക്ഷനും റിയാക്ഷനും ഒക്കെ ആയിട്ട് വളരെ ഒറ്റ ഷോട്ടിൽ അദ്ദേഹം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ടെക്നിക്കുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഐ ഹോപ്പ് ദിസ് എപ്പിസോഡ് വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് പ്രയോജനമായി എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു വാണ്ട് ടു ലേൺ മോർ ഓർ ഡിഫറെൻറ്റ് തിങ്സ് അബൌട്ട് ഫിലിം ആൻഡ് ഫിലിം മേക്കിംഗ്, comment below. We will definitely be doing episodes on that. So guys, stay tuned. Bye for now.